വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കെ സ്ക്വാഡ് എന്ന ഡാൻസ് കമ്പനി. അവരുടെ 8th ഇയർ ആനിവേഴ്സറി ആണ് ഇവിടെ നടക്കുന്നത്. അവർക്കൊരു കുട്ടി ഗെയിംസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കുട്ടി ഗെയിം ഷോ ഉണ്ട്. സിമ്പിൾ, വളരെ സിമ്പിൾ. One word about Indian economical crisis. ഇത് എവിടേക്ക് പോയി പെട്ടെന്ന് കുട്ടികളെ കേസ് കോഡ് ലൈറ്റ് ആണ്. മാക്സ് ചാലഞ്ച്. ചാക്കോ സാർ എന്നോട് ക്ഷമിക്കണം. 2 + 2 + 5 + 5. 2 + 2 4. 4 + ഇതെന്താ 4 + 9. 92 plus എനിക്ക് അടിക്കാൻ 100 into 10. 1900. 1900. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ കെ സ്ക്വാഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റോങ് ആൻസർ. റോങ് ആൻസേഴ്സ്. അപ്പൊ ഞാൻ 4 ചോദ്യങ്ങൾ ചോദിക്കും, തെറ്റായ ഉത്തരം പറയാം. വാട്ട് ഈസ് യുവർ നെയിം? ബാബു. നല്ലായിരുന്നു ബ്രോ. എടാ അത്ര പോരാ, പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു പോയി. പിന്നെ കൊറോട്ടോ. കുക്കു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എനിമി. എന്റെ ഡ്രൈവറാണ് വണ്ടി. ഓക്കേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു വലിയ ഡാൻസ് ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റിലാണ്. ആസ് വി ഓൾ നോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ 2 ഫാമിലി മെമ്പേഴ്സ് ആണ് കുക്കു ആൻഡ് ദീപ. അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്ക് ആണ് കെ സ്ക്വാഡ് എന്ന ഡാൻസ് കമ്പനി. ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവരുടെ കെ സ്ക്വാഡ് നൈറ്റ് ആണ്. അവരുടെ 8th ഇയർ ആനിവേഴ്സറി ആണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, ബിക്കോസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഭാഗമാകണമല്ലോ. അതുകൊണ്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇതാ ഇവിടെ നിൽക്കുകയാണ് റെഡ് കാർപ്പറ്റിൽ. ഇനി ഏതൊക്കെ ഗസ്റ്റ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കാം. And it's me, Bilta Abraham. We are in Milestone Makers present something special. Okay, അപ്പൊ നമ്മളുടെ കെ സ്ക്വാഡ് നൈറ്റിന്റെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ വരുന്നവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. അവർക്കൊരു കുട്ടി ഗെയിംസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനായി എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഗെയിം മാസ്റ്റർ മിഥുൻ ആണ് ഉള്ളത്. മിഥുൻ, അപ്പൊ ഞങ്ങള് കുറച്ച് അല്ലെ, നമുക്ക് വരുന്ന ഗസ്റ്റിനെ വെറുതെ വിടാൻ പറ്റില്ല. ഇല്ല, നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ കുറച്ച് പരിപാടികളാണ്, പക്ഷെ ഇതിനകത്ത് കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എടുക്കാവോ? ഇതൊന്ന് ഞാനേ റോങ് ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം റോങ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എങ്ങനെ വന്നേന്ന് ചോദിച്ചാൽ എന്തായാലും പറയും? ട്രെയിനിന്. ഓക്കെ, അപ്പൊ കൈൻഡ് ഓഫ് ആൻസർ ആയിരിക്കും പറയാം. അതെ, അതുപോലത്തെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇത് മാത്രല്ല, ഇതിൽ കുറച്ച് ഗെയിംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതെ. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ട് അവര് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മൈൽസ്റ്റോണിന്റെ വക ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ, അല്ലേ? അതും കൂടി പറയണം എങ്കിലാണ്. യെസ്, അപ്പൊ നമുക്ക് ഏതൊക്കെ ഗസ്റ്റ് ആണ് വരുന്നത്, അവരെ നമുക്ക് എങ്ങനെ കുഴപ്പിക്കാന്നൊക്കെ നോക്കാം. അപ്പൊ ലെറ്റ്സ് സീ അല്ലേ? കെ സ്ക്വാഡ് നൈറ്റ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അവർ ഡിയറസ്റ്റ് അന്ന പ്രസാദ്. അന്ന, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷം. എന്തുണ്ട് വിശേഷം? ഓ, അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മളുടെ കെ സ്ക്വാഡ് അങ്ങനെ 8th ഇയർ സെലിബ്രേഷൻ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നത് അന്നയായിട്ട് ഒരുപാട് നാളത്തെ പരിചയം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫീലിംഗ്സ് എന്താണ്? 8th ഇയർ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് കുക്കു ദീപ, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് കുക്കു ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കെ സ്ക്വാഡിനെ ഇവിടം വരെ എത്തിക്കാനായിട്ട്. കുക്കു മാത്രമല്ല, ദീപ. അപ്പോ ഫീലിംഗ് വെരി പ്രൗഡ് ടു സി 8th ഇയർ ആനിവേഴ്സറി ഇത്ര ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നോ? എനിക്കില്ല, ഞാൻ ഫസ്റ്റ് ഇയർ ആദ്യമായിട്ടാണ് ഞാൻ കെ സ്ക്വാഡിന്റെ ഇവന്റ് കാണാൻ വരുന്നത്. എനിക്ക് അതിന് മുമ്പൊന്നും കാണാൻ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സൈറ്റഡ് ആണ്. ഡാൻസ് ഉണ്ടാവോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഇരുന്ന് വരുന്നു, കാണാം. ഒരുപാട് പേരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അവർ ഒരുപാട് പേർക്ക് ട്രിബ്യൂട്ട് ചെയ്തു, നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ ട്രിബ്യൂട്ട് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ മൂവി, ഇന്ത്യൻ മൂവി, സിനിമാസ് ലെവലിൽ. അപ്പൊ അതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കുട്ടി ഗെയിം ഷോ ഉണ്ട്. ഗെയിം ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നല്ല, ഇത് സിമ്പിൾ, വളരെ സിമ്പിൾ. നമ്മളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഗെയിം മാസ്റ്റർ ആണ് മിഥുൻ. മിഥുൻ കുറച്ച് കുട്ടി ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ മിഥുൻ? മിഥുനൊക്കെ പറഞ്ഞു. ഇഷ്ടമുള്ളത് എടുത്തോ. അല്ല, അതെ, അന്ന ചേച്ചി മാത്സ് ഇല്ലെങ്കിലും മാത്സിൽ ഞാൻ വീക്കാ. അതെ, ആയതുകൊണ്ട് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. ഡെയർ ടു ലാഫ്. വളരെ സിമ്പിൾ ആണ്. ഡെയർ ടു ലാഫ് എന്ന് പറയുമ്പോ 1 മിനിറ്റ് മിഥുൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും, 1 മിനിറ്റ് ചിരിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ആണല്ലേ? അപ്പൊ ചിരിക്കാതിരിക്കുവാണെങ്കിൽ ഈ ഗെയിമിൽ ജയിച്ചാൽ നമുക്ക് മൈൽസ്റ്റോണിന്റെ വക ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പൊ ചേച്ചി ആദ്യത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി ഞാൻ ആൻസർ ചെയ്താൽ മതി. അപ്പോ ചേച്ചിയെ കുറിച്ച് ചേച്ചി ഒന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനോ? ഞാൻ എന്നെ തന്നെ റോസ്റ്റ് ചെയ്യണല്ലോ ചോദ്യം. അല്ല ചിരിക്കരുത് എന്നുള്ള ചിരിക്കരുത്, ചിരിക്കാതെ ഉത്തരം പറയണം, സീരിയസ് ആയിട്ട് പറയണം. സീരിയസ് ആയിട്ട് ചേച്ചിയെ കുറിച്ച് എന്നെ റോസ്റ്റ് ചെയ്യണം. എടാ എനിക്ക് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ അല്ലേ റോസ്റ്റ് ചെയ്യണേ, ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാ? ചിരിക്കുന്നു, ഒരുപാട് ചിരിച്ചായിരുന്നു. ദേഷ്യപ്പെട്ടു പറ, ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നി. അതെ, അതാണ് പ്രശ്നം. ഇതിനെയാണ് നമ്മൾ ഗെയിം മാസ്റ്റർ ആക്കിയത്. ഇതിന് കൊടുത്തിരിക്കുന്ന പണി ഇതാണ്. പക്ഷെ ഇതിനെ കണ്ടിട്ട് ഞാൻ ചേച്ചി ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ റോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. എടാ വേണ്ടടാ. ഇല്ല, ചേച്ചി ചിരിച്ചു ചേച്ചി, അപ്പൊ ചേച്ചി ജയിച്ചില്ല, തോറ്റു. എന്നാലും കുഴപ്പമില്ല. അന്ന എന്തായാലും ഫസ്റ്റ് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നത് ഞാനാണോ first? അതെ, അതെ. ആൻഡ് ഞങ്ങളുടെ അടുത്ത് ഇത്രയും നന്നായി സംസാരിച്ചു നമ്മുടെ വക കുട്ടി ഗിഫ്റ്റ് തരാതിരിക്കാൻ പറ്റില്ല. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വകയുള്ള കുട്ടി ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. അപ്പൊ എൻജോയ് ചെയ്യ്. കെ സ്ക്വാഡിന്റെ നൈറ്റ് അടിച്ചു പൊളിക്കാം. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുന്ദരിയായിട്ടുള്ള ദിവ്യ പിള്ളை. ദിവ്യ ചേച്ചി, യു ആർ ലുക്കിംഗ് ഗോർജിയസ്. Thank you so much. Thank you so much. How are you? എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ എന്റെ സിനിമ റിലീസായി ഡിസംബർ 5th ധീരം. അപ്പൊ സോ എക്സൈറ്റഡ്. നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. ഇറ്റ്സ് വെരി ഒരു സോഷ്യൽ അവയർനെസ് മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് അബൌട്ട് ബുള്ളിയിങ് ആൻഡ് എവറിത്തിങ്. സോ കുറച്ച് ഇമോഷണൽ ഫിലിം ആണ്. സോ ആദ്യം ഫുൾ ഫ്ലെഡ്ജ് ഒരു കോപ്പ് റോൾ ചെയ്യണേ. സോ ഐ എം ഗെറ്റിംഗ് വെരി ഗുഡ് പോസിറ്റീവ് റെസ്പോൺസസ്. ഐ എം വെരി ഹാപ്പി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഞാനും ഒരുപാട് റെസ്പോൺസസ് കേട്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു ടൈമിൽ കുറെ മൂവീസ് ഇറങ്ങുന്നുണ്ട്, പക്ഷേ ധീരത്തിന്റെ റെസ്പോൺസസ് നല്ല പോസിറ്റീവ് ആയിട്ട് കേട്ടു. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മുടെ കെ സ്ക്വാഡ് നൈറ്റ്, നമ്മുടെ കുക്കു ആൻഡ് ദീപ 8th year സെലിബ്രേഷൻ അല്ലേ കെ സ്ക്വാഡിന്റെ. അപ്പൊ ഹൗ യു ഫീലിംഗ് നൗ? സൂപ്പർബ്. ഐ മീൻ ഐ ഹവ് ബീൻ ദേർ ഫ്രം ദ ബിഗിനിങ്. അവരുടെ ഗ്രോത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുക്കു ആൻഡ് ദീപ സോ ക്ലോസ് ടു മീ. എന്റെ സ്വന്തം അനിയനും അനിയത്തിയും പോലെ ഉള്ള ആൾക്കാരാണ്. വെരി വെരി ഹാപ്പി ഫോർ ദം ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ദെയർ ഗ്രോത്ത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടിയാലോ? നിങ്ങൾ വരുന്നോ? നമ്മുടെ കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് റെഡ് കാർപ്പറ്റ് 3 സെലിബ്രിറ്റീസിനെ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. എന്താ വൈബ്? എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ടല്ലേ? നമ്മുടെ പരിപാടിയാണല്ലോ. ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ ഡാൻസ് ചെയ്യണം. അല്ല, നിങ്ങളുടെ ജീവിതമായിട്ട് ഇവരുടെ കല്യാണത്തിനുള്ള ഡാൻസ് ഒക്കെ എന്താ വേറെ മൊത്തം ഏറ്റെടുത്ത് കുക്ക് വരുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അതെ, പക്ഷെ എനിക്ക് ഞാൻ ലേറ്റ് ആയി. പ്രാക്ടീസ് ആയിരുന്നു. വേർഷൻ 2 ആയിരിക്കും അല്ലേ? തവണയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? കുക്കു ഇസ് വെരി ടാസ്ക് മാസ്റ്റർ. ഈ കാണുന്ന കുക്കു അല്ല. എന്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, എടാ കുക്കു നമ്മള് വിചാരിച്ച പോലെ അല്ല, ഭയങ്കര സ്ട്രിക്റ്റ്. കല്യാണത്തിന് പ്രാക്ടീസ് ചെയ്യാൻ തോന്നൂല, ഇതുപോലെ കോമ്പറ്റീഷന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ. ഇത് എന്തായാലും ആദ്യം തന്നെ ആ വീഡിയോ ഇടണം, കുക്കിനെ കാണിച്ചു കൊടുക്കണം അല്ലേ? പക്ഷെ നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? 8th year സെലിബ്രേഷൻ. ഇതിപ്പോ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക, എല്ലാവരും കിട്ടുവാണെങ്കിൽ നമുക്ക് 4 പേരെ ഒരുമിച്ച്. ഇതെല്ലാരും ഒരു ഫാമിലി വൈബ്. ഞങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഷേ ആ ഷേ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണും. നിങ്ങളുടെ ഒരു ഫാമിലിയാണ്, നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പൊ ഡാൻസും പാട്ടും എന്തോ ആവാലോ. പിന്നെ ഒരുപാട് പേര് സെലിബ്രിറ്റീസിനെ ട്രിബ്യൂട്ട് ചെയ്ത് കുറെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണാൻ ഗുരുവായിട്ട് നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. നമുക്കൊരു കുട്ടി ഗെയിം ഉണ്ട്. നമ്മുടെ ഗെയിം മാസ്റ്റർ 4 പേര് ഒരുമിച്ച് കളിച്ചോളൂ. ഗെയിം മാസ്റ്റർ ചെറിയ ഗെയിം ആണ്. അപ്പൊ നിങ്ങൾ 4 പേര് ഇതിൽ നിന്ന് ഓരോന്ന് വെച്ചെടുത്തോ, അതായിരിക്കും എളുപ്പം. അയ്യോ അല്ല, എനിക്ക് തോന്നുന്നു ഒരാളെടുത്തിട്ട് ഒരാളെടുത്ത് കഴിഞ്ഞാൽ അടുത്തയാൾ അങ്ങനെ. അതെ അതെ, ഓക്കെ. 1 minute നിങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യാം. ഗോപിക ചേച്ചി ശരിക്കും ഭയങ്കര ആക്റ്റീവ് ആണല്ലേ? അതാണ് ദിവ്യ ചേച്ചിയോട് ഇത് പറയുന്നുണ്ടായിരുന്നു. എന്താണ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? ശരിക്കും ഗോപിക ചേച്ചി നല്ല ആക്റ്റീവ് ആണോ? അങ്ങനെയല്ല, അവളുടെ ഒരു കംഫർട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഈ ക്യാമറ ഒക്കെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൽ തന്നെ അവള് ഭയങ്കര ഹെൽപ്പാണ്. ഇവളൊക്കെ വിചാരിച്ചിരുന്ന ഗോപിക ഭയങ്കര ഡീസന്റ് ആണ്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ചേട്ടന്റെ വ്ളോഗിൽ ക്യാമറ ഉണ്ടല്ലോ. പക്ഷെ അതിൽ ആക്റ്റീവ് ആണോ? അത് വേറെ ക്യാമറയാണോ?
അല്ല അതുണ്ട്, പക്ഷെ അതിൽ ആക്റ്റീവായിട്ടാണ് തോന്നുന്നത്. ആക്ടിവൻ ചേട്ടനെ പേര് വിളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ആ അതൊക്കെ, പക്ഷെ അതൊന്നുമല്ല, എനിക്ക് വഴക്ക് പറയാം അതെ 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 അതൊന്നുമല്ല. അതും അവള് ഇങ്ങനെ ഒരു മീറ്റർ ഒക്കെ വെച്ചിട്ടാ. അപ്പൊ അതൊന്നും ആ ക്യാമറ ഇല്ലാത്തൊരു കോപ്പി ചേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾക്ക് മൈൽസ് കൊണ്ട് ഒരു ഇന്റർവ്യൂവിന് വിളിക്കാം. കുഴപ്പമില്ല. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാര് അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ. So, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 വേർഡിൽ പറയണം. ഒരു 2 സെക്കൻഡ് പോലും സമയം കിട്ടാറില്ല. നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, ബാക്കിലിരിക്കുന്ന ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ 1 വേർഡിൽ. സോ 1 വേർഡ് അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഇവന്റ്. Fabulous. Exciting. പക്ഷെ ചേട്ടനെ ടാസ്ക് ചെയ്ത് അതൊന്നുമില്ല, ഇത് ഞങ്ങളൊരു ടീം. ഒരു ടീമാണ്, പക്ഷെ നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ അവർക്കറിയാം. ആ ഗിഫ്റ്റ് ആര് കിട്ടിയാലും ഞാൻ കൊണ്ടുപോകല്ലേ? വൺ ടീമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് അബൌട്ട് യുവർ ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ്. ഓ, എല്ലാരും ബ്യൂട്ടിഫുൾ ആയിട്ട്. മറ്റേ ഈ ചൂടത്ത് മറ്റേ അന്റാർട്ടിക്കയിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഡ്രസ് ഇട്ട് വന്ന് ഓക്കെ. ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് ഒന്നും അതല്ലേ പറഞ്ഞു മിസ്ഫിറ്റ്. ചേട്ടാ പിന്നെ ഒരു കാര്യം കൂടെ ഞങ്ങളോട് പറയാന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഔട്ട്ഫിറ്റിന്റെ 10 ചോദിച്ചിട്ട് അതിന്റെ കണക്ക് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞു. അതെ, അത് പറഞ്ഞ ഒരുപാടുണ്ടാവും, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കുക്കു ആൻഡ് ദീപ ഇൻ 1 വേർഡ്. ഫാമിലി. അതെല്ലാരും ഒരുമിച്ച് പറഞ്ഞു. നൈസ്. 1 വേർഡ് അബൌട്ട് ഇന്ത്യൻ എക്കോണമിക്കൽ ക്രൈസിസ്. അത് പാസ് ചെയ്യാൻ പറ്റില്ല. ഇത് എവിടുന്ന് എവിടേക്ക് പോയി പെട്ടെന്ന് കുട്ടികളെ കേസ് കോഡ് ലൈറ്റ് ആണ്. ഡാൻസ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ദിവസത്തെ പല ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്തിട്ട് അതെ. പല ഭാഗത്ത് ഷീറ്റ് വലിച്ചു വന്നിരിക്കാൻ തോന്നുന്നു. ഇത് അല്ല ചേട്ടനെ ചൂസ് ചെയ്ത് വേറെ എന്തൊക്കെ ആയിപ്പോയി. ആളുകൾ എന്തായാലും അതെ അല്ലെ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ലാസ്റ്റ് കുക്കു ആൻഡ് ദീപയോട് എന്താ ഇപ്പൊ പറയാനുള്ളത്? നിങ്ങൾ ഒരുമിച്ച് ഒരു വിഷ് പറഞ്ഞോളൂ. കുക്കു ദീപനോട് ഇങ്ങനത്തെ സമയത്ത് ഞങ്ങൾ ആകെ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, എന്താ? ഇത്രയും ടെൻഷൻ വേണ്ട. ഈ ലോകത്തുള്ള എല്ലാ ടെൻഷനും ഒരാൾ വാങ്ങി വെക്കുന്നത് ഭയങ്കര സെൽഫിഷ് ആണ്. ടെൻഷനാണ്. നിങ്ങൾ ഈ ബിഹൈൻഡ് ദ ക്യാമറ ഒന്നും ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഇത് മാത്രമേ ഏൽപ്പിച്ചുള്ളൂ, അത് മര്യാദയ്ക്ക് ചെയ്യാനേ അതിന് ഉറക്കത്തിലൊക്കെ ആംഗ്യം കാണിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അയ്യോടാ, Means അത്രയും കമ്മിറ്റഡ് ആണ്. ആണല്ലേ? ഈ പരീക്ഷയ്ക്ക് പഠിച്ചു പോകുന്ന കുട്ടിക്ക് ടെൻഷൻ കൂടുതലാന്ന് പറയില്ലേ, അതുപോലെയാണ്. കുക്കുനെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കല്യാണമാണെങ്കിലും കേസ് കോഡാണെങ്കിലും ചുമ്മാ ചെറിയൊരു സാധനമാണെങ്കിലും ആത്മാർത്ഥതയുടെ ഭയങ്കര ഒരു നിറകുടമാണല്ലേ? പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ ഈ കേസ് കോഡ് കഴിയുന്നവരെ ഒരു രീതിയിലും വേറെ ഒന്നിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ഇവന്റ് അവര് ചെയ്തു അല്ലേ? ഓക്കെ, ഒരുപാട് ഹാർഡ് വർക്ക് ആണ് ശരിക്കും. അവര് ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല പ്രോബബ്ലി. ചേട്ടാ കാർഡ് ചുരുക്കി അവരെ കൊടുക്കണം. മൈൽസ്റ്റോണിന്റെ ഗെയിം മാസ്റ്റർ. നിങ്ങൾ കാണുന്ന ഗെയിംസ് അങ്ങനെ തന്നെ വേണം. കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾക്ക് 2 ഗിഫ്റ്റ് നിങ്ങൾ വീതിച്ചെടുക്കല്ലോ. ഞങ്ങൾ വേറെ. അതെ, പക്ഷെ ജയിച്ചത് ദിവ്യ ചേച്ചിയാണ് കേട്ടോ. അല്ല, രണ്ട് ആൻസർ പറഞ്ഞു. എക്കോണമിക് അല്ല എന്നാ ഒന്നും എടുത്തോ. അതെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ അതാണ് സംസാരിച്ചത്. ജിബി ചേട്ടനെ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഇന്റർവ്യൂ എടുത്താലോ? ഓക്കെ, സോ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഹാമ്പർ ആണ്. നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും വീതിച്ചെടുത്തോളൂ. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സാധനങ്ങൾ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ എൻജോയ് ചെയ്തു. താങ്ക് യു, ബൈ. അല്ല, അവർക്ക് ഒരുമിച്ച് കൊടുത്തു. എന്നാലും ഓ, സെപ്പറേറ്റ് ആയിട്ട് സ്ക്വാഡ് നൈറ്റ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ലിജോ ചേട്ടൻ. തന്നെ കൈയടിക്കാം. എന്തുണ്ട് വിശേഷം? അടിപൊളിയായിട്ടിരിക്കുന്നു. കുക്കുന്റെയും ദീപയുടെയും ബെസ്റ്റ് നല്ലൊരു ഫ്രണ്ടാണ് ലിജോ ചേട്ടൻ. അപ്പൊ ഈ ഒരു മൊമെന്റ് അത്യാവശ്യം നല്ല ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മൊമെന്റ് തന്നെ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 3ാമത്തെ വർഷമാണ് എന്റെ ഓർമ്മയിൽ. കഴിഞ്ഞ വർഷം എനിക്ക് എത്താൻ പറ്റിയില്ല. കഴിഞ്ഞിട്ട് 9 വർഷം ഫസ്റ്റ് ടൈം മുതൽ ഇവർ ഈ ഊണിലും ഉറക്കത്തിലും ഈ പരിപാടിയാണ്. കേസ് കോർഡിനേറ്റ് വരുന്നുണ്ടല്ലോ, കേസ് കോർഡിനേറ്റ് വരുന്നു. ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഇതിപ്പോ കുറെ 3-4 മാസമായിട്ട് എന്റെ ചെവിയിലുണ്ട്. ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ ഇതിനെ പറ്റിയുള്ള ചർച്ചകളാണ്. അപ്പൊ എന്തായാലും പരിപാടി കുറച്ച് വൈകിപ്പോയി. അകത്ത് കയറി നീ കാണണം. അധികം വൈകാണ്ട് എല്ലാവരും പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ഇവരുടെയാ. അത് മിസ്സാവാണ്ടിരിക്കാണ് ഞാൻ വേഗം വന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല. ഒരു ലിജോ ചേട്ടനോടൊപ്പം നമ്മളൊരു കുട്ടി ഗെയിം തരാതെ എങ്ങനെ വിടും? അതെ, ഈ ഗെയിമിന്റെ ഗെയിം മാസ്റ്റർ മിഥുനാണ്. മിഥുൻ വേഗം കൊടുത്തോ. ടാസ്ക്. അപ്പൊ അത് ചേട്ടൻ ജസ്റ്റ് ചെയ്യണം.
ചെയ്യണോ? ചെറുതായിട്ട് ചില പറഞ്ഞാൽ മതി ചെയ്യണ്ട. ഞാനില്ല ഇവിടെ എടുത്തോളൂ. അതാ ഇതെടുത്തോ ഇതായിരിക്കും എളുപ്പം. മാത്സ് ചാലഞ്ച് മാത്സ് ചാലഞ്ച്. ചാക്കോ സാർ എന്നോട് ക്ഷമിക്കണം. ഓക്കെ ചേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ മാത്സിന്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എനിക്ക് അത് രണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയണം. എനിക്ക് ഓക്കെ, രണ്ട് അവൻ എനിക്ക് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ പറയുന്ന ഒരു 1-2 സെക്കൻഡ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി അല്ലേ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം ചോദിക്കാം. Okay, എനിക്കിത് അടിക്കാൻ വേണ്ടിട്ട്. 2 + 2 + 5 + 5. 2 + 2 4. 4 + 4 + 9. 9 + 5 13. അല്ല 14. ഇത് ശരിയല്ല. ഒരു correct സെക്കൻഡ് correct, സമയം തരും. correct. ചേട്ടാ കാൽക്കുലേറ്റർ വേഗത്തിലായിരുന്നു. ഞാൻ മറ്റേ സിനിമയില് മുകേഷ് ഏട്ടൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഓക്കെ, വലുതായിട്ട് എന്തെങ്കിലും ചോദിക്കാം. 92 + എനിക്ക് അടിക്കാൻ സമയത്ത് 100 × 10. 1920. ചേട്ടാ കുറച്ച് വ്യത്യാസമുണ്ട്. 92 × 100 92 + 100 + 100. 92 + 100 × 10. അപ്പൊ 19,200 ഇതെന്താ ഇതിലും നന്നായിട്ട് എനിക്ക് ചാക്കോ സാർ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ചേട്ടാ ഇതാണ് ആൻസർ. എത്ര? 1092. എവിടേക്കോ കുഴപ്പമില്ല. എന്നാലും 2 ആയിരം വരെ മാർക്ക് എത്തി കിട്ടിയിട്ടുണ്ട്. അതെ ചേട്ടാ 1000 വരെ എത്തി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാ? ഗിഫ്റ്റ് ഉണ്ട്. യെസ്, ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ ശരിക്കും പിന്നെ ഞാൻ ഗിഫ്റ്റ് കണക്ക് തരാതെ കൂട്ടിയിട്ട് ഇരിക്കും gift നമ്മള്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വകയുള്ള ഗിഫ്റ്റ് ആണ് ലിജോ Thank you. ചേട്ടന്. Thank you. സോ ലിജോ ചേട്ടാ, പിന്നെ ഇനി എന്താണ് കുക്കുവിനോടും ദിവനോട് പറയാനുള്ളത്? ഇവർ ഇത്രയും നല്ല ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ റെഡ് കാർപ്പറ്റ് ഒക്കെ കണ്ടപ്പോ എന്താ ഫീൽ ചെയ്ത്? എന്താണ് പറയാനുള്ളത്? അവിടെ ഓരോ വർഷം കഴിയുന്നതോറും അവർ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവർ മാക്സിമം അവരുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇനിയും അടുത്ത വർഷങ്ങളിൽ ഇതിൽ അടിപൊളിയായിട്ട് വലിയൊരു പരിപാടിയായിട്ട് വരട്ടെ. പിന്നെ അവരുടെ പെർഫോമൻസസ് കാണണം. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പോവാണ്. താങ്ക് യു. റെഡ് കാർപ്പറ്റിൽ വിളിച്ചാലും ബിൽറ്റ അടിപൊളി ആങ്കർ ആയിട്ട് ശരിയെന്നാ ഓക്കെ ശരിയെന്നാ താങ്ക്സ്. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡിയറസ്റ്റ് ഋഷി. ഹലോ, ഹൗ ആർ യു? I'm good. How are you? ഐ ആം സോ ഗുഡ്. ആൻഡ് ഋഷിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. എങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ആണോ? എപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ പോസിറ്റീവ് ആയിട്ടാണ്. ഇങ്ങനത്തെ ഇവന്റ്സിനൊക്കെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ്. ഉറപ്പായിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള നമ്മുടെ ജോലി. We are entertainers, so always stay positive. Yes, right. Okay, so case good night ആണ് ഇവിടെ നടക്കുന്നത്. സുഖാൻ, ദീപ, ഋഷി, നിങ്ങളുള്ള ബോണ്ട് എനിക്ക് അറിയാം. അപ്പൊ എത്രത്തോളം സന്തോഷമാണ് ഇപ്പൊ? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? Obviously, I'm very happy for him. The കുക്കു എന്ന് പറഞ്ഞ ഫ്രം സ്ക്രാച്ച് ടു ഇവിടം വരെ എത്തിയത് കുക്കു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഡാൻസ് പണ്ടുപോലെ പാഷൻ ആണ്. അവനത് കീപ്പപ്പ് ചെയ്ത് now he is here. So I'm so happy for him. He's a very പണ്ടുപോലെ അങ്ങനെയാണ്. ഇപ്പൊ ഡി4 ഡാൻസ് മുതലാണ് എല്ലാവർക്കും അറിയാം. ഒന്നും കൂടി പറയാം, ഡി4 ഡാൻസ് മുതലാണ് എനിക്ക് കുക്കുവിനെ പരിചയം. പക്ഷെ കുക്കുവിന്റെ അപ്പം മുതലുള്ള ഒരു ഹാർഡ് വർക്ക് നോൺ സ്റ്റോപ്പ് ആണ് അവന്റെ. അതുകൊണ്ടാണ് അവൻ ഇവിടം വരെ എത്താൻ കാരണം. സോ ഐ എം പ്രൗഡ് ഓഫ് ഹിം. അതെ, 8th year ആനിവേഴ്സറി അവരുടെ കേസ് സ്ക്വാഡിന്റെ ആഘോഷിക്കാണല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്തായാലും വേറെ തന്നെ. പിന്നെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എന്തായാലും ഋഷിക്ക് അവരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നറിയാം. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു കുട്ടി ഗെയിം, ആ ഗെയിമിനായിട്ട് നമ്മുടെ ഒരു ഗെയിം മാസ്റ്റർ ഇവിടെ ഉണ്ട്. മിഥുൻ ആണ് നമ്മുടെ ഗെയിം മാസ്റ്റർ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഗെയിം മാസ്റ്റർ മിഥുൻ ആണ്. സോ മിഥുൻ ഒരു കുട്ടി ഗെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ചെയ്ത് ഋഷിനെ ഒരു സമ്മാനം കൂടി തന്നിട്ട് വേഗം വിടാം ഞങ്ങൾ. ഇത്രയും പൈസ കണ്ണാടി ഗ്ലാസ്സിനകത്ത് ഇത് ഗെയിമിന്റെ ഭാഗമാണോ? ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാൽ ഒരു ഫാഷനാണ്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞു കണ്ണിന് കുഴപ്പമില്ല, അതുകൊണ്ട് ലെൻസ് അങ്ങ് ഊരിക്കളഞ്ഞു. എനിക്ക് ഫ്രെയിം മാത്രം മതിയായിരുന്നു. ഇങ്ങനെ കൈയിടാൻ വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ബ്രോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഒരു ചെറിയ ടാസ്കാ ബ്രോ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യും. കുറച്ച് ടാസ്ക് ആണ്. അതിൽ ഏതെങ്കിലും ഋഷി എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് എന്താണ് മാത്സ് ചലഞ്ച് മാറ്റണോ? ഞാൻ പറഞ്ഞില്ലടാ, എന്തോ പണി വരുന്നത് ഞാൻ മണത്ത്. മാത്സ് ചലഞ്ച് ഒന്നുമില്ല. a² + b² എത്രയായിരുന്നു? a² + 2ab + b². അതൊക്കെ അറിയാം. പക്ഷെ ഏറ്റവും എനിക്ക് അതൊക്കെയാണ് എനിക്ക് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ബേസിക് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. 92 × 8 + 87. ഇതൊരുമാതിരി മറ്റടുത്ത ചോദ്യമായി പോയി. 92 × 8 ആണുള്ള കഴിവൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ IAS ഒക്കെ ആയിരുന്നതൊക്കെ ഞാൻ പറയാം. 92 ഞാൻ ആലോചിക്കാം. 92 × 8 പോയി ഒന്നും ഓർമ്മയില്ല. 5 + 2 + 7. അത് ഞാൻ കൂട്ടിയില്ലത്. 5 + 2 + 7. സിമ്പിൾ. 40. സിമ്പിൾ. ഒരെണ്ണം കൂടി ലാസ്റ്റ്. 8 × 2 + 5. 82. 21. എത്ര വന്നു? 8 × 2 + 5. അല്ല 22. No. 8 × 2 + 5. വേഗം കൂട്ട്. Obviously it's 21.
18 to 2 is 60. സോറി. എടാ ഇവിടെ മൊത്തം തെറ്റ്. Question ചോദിക്കുന്ന ആൾക്കാർക്ക് ആൻസർ അറിയില്ല right? എടാ എനിക്ക് പോടാ. നീ പോടി. ഡാൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഋഷിനെ കൂടെ ഒരു സ്റ്റെപ്പും കൂടി കാണിച്ചിട്ട് പോവാം നമുക്ക്. Okay. ആ സ്റ്റെപ്പ് യെസ് കാണിച്ചോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ കെ സ്ക്വാഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എക്സ്പെൻസീവ് സ്റ്റെപ്പ്. എക്സ്പെൻസീവ് സ്റ്റെപ്പ് ആയിരുന്നു ബ്രോ. എക്സ്പെൻസീവ് ആയില്ല. ഒന്നും പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഇതുപോലെ പെർഫോം ചെയ്യാനൊക്കെ കാണിച്ചാൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് മൈൽ സ്റ്റോണിന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ ഞങ്ങൾ ഈ ഒരു ഗെയിം ഇവിടുന്ന് കളയാൻ പോണു. ഓക്കെ സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വകയുള്ള ഹാമ്പർ ആണ്. താങ്ക് യു സോ മച്ച് ഋഷി. അപ്പൊ എന്തായാലും കെ സ്ക്വാഡ് നൈറ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാ. താങ്ക് യു സോ മച്ച്. Thank you so much. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് രഞ്ജിനി ചേച്ചി. ഹലോ വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഒരു വർഷം മുമ്പ് രഞ്ജിനി ചേച്ചിയുടെ ഡാൻസ് സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കാൻ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം ചേച്ചി. എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? കെ സ്ക്വാഡ് 8th ഇയർ ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഞങ്ങൾ എല്ലാരും അടുത്തടുത്ത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അല്ലെ, ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ ഗ്രോത്ത് ആവുന്നത് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇതിന് മുന്നേ ഉള്ള പല ആനിവേഴ്സറിക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. കെ സ്ക്വാഡ് നൈറ്റിന്റെ ഫസ്റ്റ് ടൈം ആണ് ഇതല്ലേ? അല്ല മീൻസ് ചേച്ചി വരുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം. കഴിഞ്ഞ 2 വർഷം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് അല്ലേ? അപ്പൊ ചേച്ചി വന്ന സ്ഥിതിക്ക് ഒരു കുട്ടി ഗെയിം നമ്മളുടെ വക. ഒന്നുമല്ല, ചെറിയ ഗെയിം. എന്റെ ഗെയിംസ് അറിയാലോ ചേച്ചിക്ക്. സോ നമ്മുടെ ഗെയിം മാസ്റ്റർ മിഥുൻ ആണ്. മിഥുൻ ഒരു കുട്ടി ഗെയിം തരും. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് ചേച്ചി സെലക്ട് ചെയ്യാ. ഒരു ഗിഫ്റ്റ് ഉണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഓക്കെ ചേച്ചി ഇത് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്തോ. സിമ്പിൾ ആയിരിക്കും. വൺ വേർഡ് എന്ന് പറഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 1 വേർഡിൽ പറയണം. അത്രേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻ. ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് 1 വേർഡിൽ പറയണം. സിമ്പിൾ. ആൻസർ 1 വേർഡിൽ പറയണം. സിമ്പിൾ. ഓക്കെ. അതിൽ ഫസ്റ്റ് one word about this beautiful event. അടിപൊളി. One word about your beautiful outfit. കംഫർട്ട്. Okay. Kuku and Deepa in 1 word. എന്ത് വേണേലും പറയാം. ഫ്രണ്ട്സ്, ഫാമിലി, വൈബ്, എന്ത് വേണേലും പറഞ്ഞോ. ഫ്രണ്ട്സ്. ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് അവരെ പറ്റിയിട്ട് പറയുമ്പോൾ കുറച്ചധികം പറയാറുണ്ട്. സോ അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്ത്. ഇനി ചേച്ചി എന്തായാലും പറയും 1 word about Indian economical crisis. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ രസമല്ലേ? മിഥുൻ പറഞ്ഞത് രഞ്ജിനി ചേച്ചി എന്തായാലും പറയുന്നത്. കുറച്ച് കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ്ഡ്. വൺ വേർഡിൽ ചേച്ചിയെ കുറിച്ച് തന്നെ റോസ്റ്റ് ചെയ്യാമോ? ഒരു വാക്ക്. വൺ വേർഡിൽ ചേച്ചിയെ കുറിച്ച് തന്നെ റോസ്റ്റ് ചെയ്യാമോ? റോസ്റ്റ് ചെയ്യണം. ഞാൻ തന്നെ എന്നെ റോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ രസമല്ലേ? റോസ്റ്റ് ചെയ്യണം. വൺ വേർഡിൽ ഹാർഡ് വർക്ക്. അത് റോസ്റ്റ് അല്ലേ ചേച്ചി? ഐ മീൻസ് ഇതായിട്ടാണ് പറയുന്നത്. റോസ്റ്റ് ചെയ്ത് പറയണം. ചേച്ചിയുടെ ശത്രുക്കളൊക്കെ പറയത്തില്ല എന്തായാലും. ശത്രുക്കൾ എന്താ പറയാറ്? അല്ല, അവര് പറയുന്നതിന് മുമ്പ് നമ്മള് പറയുകയാണെങ്കിൽ പിന്നെ അവര് പറയത്തില്ലല്ലോ. എന്നെ തന്നെ റോസ്റ്റ് ചേച്ചിക്കുള്ള ആളെ ഏറ്റവും കൂടുതൽ കളിയാക്കി പറയുന്നത് എന്താ? എന്നെയോ? എപ്പോഴും ഡാൻസ് ചെയ്തോണ്ടിരിക്കും. ചേച്ചിയുടെ കഴിവ് കൂടുതലാണോ ചേച്ചിയുടെ കുറ്റമായിട്ട് എല്ലാവരും പറയുന്നത്? അല്ല അങ്ങനെയല്ല. 24/7 അതെ. ഓ മനസ്സിലായി. വർക്കഹോളിക് ആണ്. ഈ കുക്കുനെ ദീപനെ വെച്ച് ഇവിടെ വരുന്നവരെല്ലാരും ഇത് തന്നെ പറയുന്നത്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണല്ലേ? ഹാർഡ് വർക്കിംഗ്. എന്താ പറയാ, ഭയങ്കര ടീം വർക്ക് ആണ് ആക്ച്വലി. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അത് കൂടുതൽ അവർ നല്ല ഫ്രണ്ട്സ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വലിയൊരു ടീം വർക്ക് ആണ് ഈ കാണുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ നമ്മള് എല്ലാരും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് വളർന്ന് കാണുമ്പോ അതും ഒരുപാട് ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആക്കി ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. അതാണ് ഇപ്പൊ അവിടുന്ന് വിളി വന്നു തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും അവിടേക്ക് പോകുള്ളൂ. ഇപ്പൊ മൈൽ സ്റ്റോൺ ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഹാമ്പർ ആണ്. താങ്ക് യു സോ മച്ച് ചേച്ചി ഞങ്ങളുടെ കൂടെ ഗെയിം കളിച്ച് സഹകരിച്ചതിന്. ഓക്കെ ചേച്ചി. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോണിന്റെ റെഡ് കാർപ്പറ്റിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അവർ ഡിയറസ്റ്റ് കല്യാണി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കെ സ്ക്വാഡിന്റെ 8th ഡേ സെലിബ്രേഷൻ ആണ്. 8th ഇയർ സെലിബ്രേഷൻ. സോ ഐ എക്സൈറ്റഡ് ആർ യു? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കെ സ്ക്വാഡ് നൈറ്റിൽ. സോ ആ എക്സൈറ്റ്മെന്റ് തന്നെയാണ് എനിക്കുള്ളത്.
സോ എല്ലാം കാണാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ഫ്രണ്ട്സ് ആണ്, ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആണല്ലേ? സോ എക്സൈറ്റഡ് ടു ബി ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. അതെ, കുക്കുവിന്റെ ദീപയുടെ ഫ്രണ്ട് കൂടെയാണല്ലോ. അപ്പൊ അവരുടെ ഒരു ഹാർഡ് വർക്കിനെ പറ്റി എന്താ പറയുക? ബിക്കോസ് എല്ലാവരും അവരുടെ ഹാർഡ് വർക്കിനെ അവരുടെ ഹാർഡ് വർക്കിനെ പറയാൻ ഞാനൊരാളല്ല ഗൈസ്. ആണല്ലേ? അത് നമുക്ക് കണ്ടാൽ അറിയാലോ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ ഒരു ഹാർഡ് വർക്കിന്. സോ ഹാപ്പി ഫോർ ദം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ എനിക്കറിയാം ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ എൻജോയ് ചെയ്യാ, എൻജോയ് ഈ നൈറ്റ് ഫുൾ എൻജോയ് ചെയ്യാ. താങ്ക് യു സോ Thank you so മച്ച്. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, സോറി. സോ ഗിഫ്റ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഹാമ്പർ ആണ്. താങ്ക് യു സോ മച്ച്. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ കാർപ്പറ്റിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശ്രേയ രുക്മിണി. ഹായ് ശ്രേയ, ഹൗ ആർ യു? ഓക്കെ, സോ നമ്മളുടെ കെ സ്ക്വാഡ് നൈറ്റ് നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ വാട്ട് യു ഫീൽ ടുഡേ? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? കേസ് കോഡ് ആക്ച്വലി എനിക്കൊരു ഫാമിലി പോലെയാണ്. കുക്കും ദീപയൊക്കെ നമ്മള് ഒരുമിച്ചിട്ട് എന്താ പറയാ journey start ചെയ്തതാണ്. അപ്പോ അവരുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബാക്ക് ടു ഫാമിലി എന്നുള്ള ഒരു ഫീലാണ്. ആണ്. അതെ, എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കുറച്ചുപേര് പോയിട്ടുണ്ട്. അവരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്ന് എനിക്കറിയാം. ഞാനും പ്രോഗ്രാംസ് എല്ലാവരുടെ പ്രോഗ്രാംസ് കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, നമുക്ക് അതിന് മുമ്പായിട്ട് ഒരു കുട്ടി ഗെയിം, നമ്മുടെ ഗെയിം മാസ്റ്റർ മിഥുൻ ഉണ്ട് ഇവിടെ. മിഥുനാണ് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ ഗെയിം പ്ലാൻ ചെയ്യുന്നത്. സോ മിഥുൻ, ചെറിയൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ ചേച്ചിയാണ് ടാസ്ക് ചെയ്തത്. ഞാൻ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ചേച്ചി തന്നെ, അതെ ശ്രേയ തന്നെ എന്തെങ്കിലും റോങ് ആൻസേഴ്സ് നമ്മള് എന്താ എന്ന് വെച്ചാൽ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസിൽ റോങ് ആൻസേഴ്സ് മാത്രം പറയണം. റൈറ്റ് പറയരുത്. റൈറ്റ് പറയരുത്. പറയരുത്, അത്രേ ഉള്ളൂ. ഓക്കെ രണ്ടെണ്ണം ചോദിക്കുന്നുള്ളൂ. വാട്ട് ഈസ് യുവർ നെയിം? പാർവതി. ഓക്കെ, വൈ ആർ യു ഹിയർ? ഞാന് ചോറ് കഴിക്കാൻ വന്നത്. ഈശ്വര, കുക്ക് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? കുക്കു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എനിക്കറിയില്ല. ഓ വാവ്, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതാണ് ഗെയിം സ്പിരിറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രേയ. എനിക്കറിയാൻ തിരക്കാണ്. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, അതും കൂടി തരാം. ഇത് നമ്മളുടെ മൈൽ സ്റ്റോണിന്റെ വക പേഴ്സണലൈസ്ഡ് ഡയറി ആണ്. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങളുടെ വക. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടെലിവിഷൻ താരം രഞ്ജിൻ. സോറി, നല്ല സൗണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായി. വന്ന് പെർഫോമൻസ് ഒക്കെ കണ്ട് ആ ഒരു വൈബിൽ നിൽക്കാം. ദീപയുടെ ഫ്രണ്ട് ആണോ? കുക്കറിനെ എനിക്ക് ചെറുതിലെ അറിയാം. ഐ മീൻ എന്റെ ചെറുതിലെ അറിയാം. കുക്കറിന്റെ ലൈക് ഗ്രോയിങ് സ്റ്റേജ് തൊട്ട് എനിക്ക് അറിയാം. കുക്കറിന്റെ ഫ്രണ്ട് ആണ്. അതെ, എന്റെ ചേച്ചിയുടെ മകനെ ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ, അപ്പൊ ഈ ഒരു ദിവസം സ്പെഷ്യൽ ആയിരിക്കും. ബിക്കോസ് കെ സ്ക്വാഡിന്റെ 8th ഇയർ ആനിവേഴ്സറി കൂടിയാണ്. അപ്പൊ കുക്കറിനെ അത്രയും പേഴ്സണൽ അറിയുന്നതുകൊണ്ട് ഇത് നമ്മുടെ കൂടെ സെലിബ്രേഷൻ, ഐ മീൻ ഇയർലി എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. സോ എനിക്കിത് പേഴ്സണലി, ഐ മീൻ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ്. ഇവിടെ വരുന്ന എല്ലാ സെലിബ്രിറ്റീസും പറയുന്നത് കുക്കും ദീപയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് അവർ കുറച്ച് നാളായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കുക്കുവിന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ശരിക്കും അങ്ങനെ ആയിരുന്നോ ഈ ഒരു പ്രോഗ്രാം? കുക്കേറിന്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡിഫോ ഡാൻസ് തൊട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കുക്കേറിന്റെ ലൈഫ് തന്നെ ഡാൻസ് ആണ്. സോ ഫോർ ഹിം കേസ്കോണിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ. ഐ മീൻ ഡാൻസ്, ഈ ആർട്ടിനോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം. പേഴ്സണലി അറിയുന്നവർക്ക് ഒരുപാട് അറിയാം. സോ നമുക്ക് അടുത്തറിയുന്നവർക്ക് ഇത് അറിയാം. ലൈക്ക് ഫോർ ഹിം ദിസ് ഇസ് ഹിസ് ലൈഫ്. അതെ, എവറി ഡേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹാർഡ് വർക്ക് തന്നെയാണ് ആളുടെ. സോ അത് ഒരുപാട് സന്തോഷം അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു സന്തോഷത്തില് നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഒരു കുട്ടി ഗെയിം. ഓക്കെ, നമ്മുടെ ഗെയിം മാസ്റ്റർ മിഥുൻ ഉണ്ട്. മിഥുനാണ് മൈൽ സ്റ്റോണിന്റെ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ മിഥുൻ, ഒരു 5-6 കാർഡ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് ടാസ്ക് ചെയ്യണം. ശാരീരികമായി ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 1 വേർഡിൽ ഉത്തരം പറയണം. സിമ്പിൾ. ഓക്കെ, ഒട്ടും ആലോചിക്കാതെ ഒറ്റ സെക്കൻഡിൽ ഉത്തരം പറയണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. 1 വേർഡ് അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഇവന്റ്. അടിപൊളി. ഇത് രണ്ടാമത്തെ ആളാണ് ഈ കറക്റ്റ്. അടിപൊളി. 1 വേർഡ് അബൌട്ട് യുവർ ഔട്ട്ഫിറ്റ്. ഫങ്കി. എനിക്കിഷ്ടം ഫങ്കി സ്റ്റൈലാണ്. ഇന്നത്തെ ഫങ്കി അല്ല എന്നാലും. ഓക്കെ, Cuckoo and Deepa in 1 word. Perfect. Oh, അടിപൊളി. Okay. 1 word about, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 word about Indian economical crisis. അത് സിമ്പിൾ ആണ്. No words. അതൊരു വേർഡ് ആണ്. Indian economical crisis. ചേട്ടനെ തന്നെ റോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നെ തന്നെയോ? ഒരു ചോദ്യം എനിക്ക് തന്നെയോ? ചേട്ടൻ തന്നെ റോസ്റ്റ് ചെയ്യാം. ഓൺ ബേഡിൽ റോസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ല.
ചേട്ടനെ തന്നെ ഓൺ വേർഡിൽ റോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയാം. പറ, നിങ്ങളൊരു വേർഡ് പറ, നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, ഒരു 1 വേർഡ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പറ. അല്ലെങ്കിൽ വേർഡ് വേണ്ട, സ്വന്തമായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തോ. വേർഡ് ഒന്നും വേണ്ട. എനിക്ക് എന്റെ അത് ഇതോട് ആരെയൊക്കെ ചെയ്യണം നല്ലത് പറയാറില്ല. കുഴപ്പമില്ല, എന്താണെങ്കിലും എന്നെ കുറിച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ചു ചോദിക്കുന്നില്ല. 1 വേർഡ് അബൌട്ട് പെന്നെ ഇത്ര നേരം പരിചയപ്പെട്ടില്ല. നല്ലത് പറയണ്ട, ഓക്കെ പറഞ്ഞോ, ഒരു വാക്ക്. ഇത് പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ടാസ്ക് മാസ്റ്റർ അല്ലേ, ആ സ്പിരിറ്റ് എടുത്തോ. നല്ലൊരു മനുഷ്യൻ. ഓ ആദ്യമാണ് നല്ലത് പറഞ്ഞതോ. സോ ഇതിനോട് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടണ്ടായിരിക്കും അല്ലേ. അതെ അതെ, ഇവിടെ വരുന്നവരെയൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് മിഥുനാണ് ആക്ച്വലി. അതുകൊണ്ടാണ് മിഥുൻ അങ്ങോട്ട് പറയാം. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. അടിപൊളി. ആൻഡ് യു പീപ്പിൾ ആർ ഡൂയിങ് ഗുഡ് ജോബ്. ഇവർക്ക് ഞാനൊരു ബിഗ് ഷൗട്ട് ഔട്ട്. പേരെന്തായിരുന്നു? മിഥുൻ. താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ. നമ്മുടെ പരിപാടിക്ക് നിങ്ങളും കൂടെ ഈ എനർജി തരുന്നതിന് ഒരുപാട് താങ്ക് യു. സന്തോഷം. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിൽ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. കാരണം 1 വേർഡിൽ എല്ലാ ഉത്തരം പറഞ്ഞതാണ്. പറഞ്ഞോളല്ലേ. അതെ, മൈൽ സ്റ്റോണിന്റെ വക ഒരു ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. കെ സ്ക്വാഡ് നൈറ്റ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കാർപ്പറ്റിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് റംസാൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് ഓൾറെഡി ഇവരുടെ പിള്ളേരുടെ ക്വാളിറ്റി ഓഫ് പെർഫോമൻസും കുക്കുവിനെ പറ്റിയൊക്കെ നിങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള ഡൗട്ടില്ല. അവര് ഓരോ വർഷവും കാഴ്ചവെക്കുന്ന പെർഫോമൻസിന്റെ ക്വാളിറ്റിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വിറ്റ്നസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. സോ ഹാപ്പി ഫോർ ഹിം. എന്താ പറയാ, വെറുതെ ഒരു ഡാൻസ് ക്ലാസ് ഇടുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അതുപോലെ അല്ല കുക്കു ഡാൻസ് ക്ലാസ് ഇട്ടതിലും അതിലിപ്പോ പിള്ളേരെ പഠിപ്പിക്കുന്നതിലും. എല്ലാവരും ദിൽഷേനെ കൂടെ വിളിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒഴിവാക്ക. നീ കൊടുത്തില്ല, ബൈക്ക് കൊടുത്തില്ല. അതെന്താ രണ്ടുപേരും കൂടി നിക്കൂ. അപ്പൊ റംസാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കുക്കുവിന്റെ ദീപയുടെയും കാര്യങ്ങൾ എന്റെ ഫ്ലോ പോയി. ആക്ച്വലി നീ പറഞ്ഞോണ്ടിരുന്ന ഒന്നും ക്യാമറ കിട്ടില്ല. ഞാൻ ആ ക്യാമറയുടെ മുന്നിലായിരുന്നു നിന്നിരുന്നത്. അല്ല, പറഞ്ഞോളൂ, രണ്ടുപേരും കൂടി പറഞ്ഞോളൂ. എന്തായിരുന്നു ചേട്ടനും ദീപയും നമ്മള് എപ്പോഴും നമ്മള് എന്താ പറയാ, അല്ല പറഞ്ഞ കുഴപ്പമില്ല, പോരട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ഡീഫോ ഡാൻസ് തൊട്ടേ അറിയുന്ന ടീമാണ്. അപ്പം ആക്ച്വലി നമ്മൾ ഡീഫോ ഡാൻസ് ഫാമിലിന്റെ ഒരു ഗെറ്റ് ടുഗെദർ ആണെന്ന് പറയാം. ഇങ്ങനെ ഇപ്പം കേസ് കോഡിനായിട്ട് വരുമ്പോഴാണ് നമ്മൾ എല്ലാ ഡീഫോ ഡാൻസ് ഫാമിലിയും കാണുന്നത്. ലൈക്ക് എല്ലാവരും കാണാൻ പറ്റുന്നതും കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും വെയിറ്റ് ചെയ്യാറുണ്ട് കേസ് കോഡ് നൈറ്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ കഴിയും എവിടെ പോയോ? ഇല്ല, അപ്പൊ എന്തായാലും ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു റിയൂണിയൻ പോലെ തന്നെ ആയിരിക്കും അല്ലെ. ഡിഫോ ഡാൻസിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി ഗെയിം. ഓക്കെ, നമ്മുടെ ഗെയിം മാസ്റ്റർ മിഥുൻ ഉണ്ട് ഇവിടെ. ഒരു ചെറിയ ടാസ്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ടാസ്ക് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ടാസ്ക് ചെയ്യും. ഏതെങ്കിലും സെലക്ട് ചെയ്തോ, രണ്ടുപേരും ഒരുമിച്ച്. റോങ് ആൻസേഴ്സ്. അപ്പൊ ഞാൻ 4 ചോദ്യങ്ങൾ ചോദിക്കും, തെറ്റായ ഉത്തരം പറയാം. ഓക്കെ, ഗിഫ്റ്റ് ഉണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബിഗ് ഗിഫ്റ്റ്. ഇല്ല, രണ്ടുപേരും ഒരുമിച്ച് കളിക്കണം. സോ റോങ് ആൻസേഴ്സ്. വാട്ട് ഈസ് യുവർ നെയിം? റംസാൻ. അല്ല പറഞ്ഞ രണ്ടുപേരും പറയണ്ടേ, ഇതൊക്കെ രസല്ലേ. ബാബു. ചേരുന്ന പേര്, മുഖത്തിന് ചേരുന്ന പേര്. റീസെന്റ് മൂവി യു ലൈക്ക് ദ മോസ്റ്റ്? അമരം. സാഹസ മൂവി നല്ലായിരുന്നു ബ്രോ. എടാ അത്ര പോരാ, പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു പോയി. സാഹസം. ഓക്കെ, ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഞങ്ങൾ ഓക്കെ, വൈ ആർ യു ഹിയർ? എന്താ ഇവിടെ? ബിരിയാണി കൊടുക്കുന്നത് കേട്ടു. കുക്കു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എനിമി. Kuku is your best friend? എന്റെ ഡ്രൈവറാണ് വണ്ടി. Okay, correct. എല്ലാം കിട്ടി guys. Okay. ഇതിന് ഇനി നിങ്ങളെ ബ്രോ നിങ്ങൾക്ക് ഏറ്റവും റോങ് ആൻസർ പറയാനാണോ? അല്ല, കൂടെ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീം ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട, അത് പിന്നെ എന്റെ ആയിട്ട് ഒരു ഓക്കെ, ബട്ട് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഗിഫ്റ്റ് ഉണ്ട് രണ്ടുപേരും കൂടി. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, ഇതും രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് കെ സ്ക്വാഡ്. ഈ വർഷം ഇത്ര ഗംഭീരമായിട്ട് നടത്തുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അടുത്ത കൊല്ലം ഇതിന്റെ 3 ഇരട്ടിയായിട്ട് നടത്താൻ പറ്റട്ടെ. താങ്ക് യു ഗൈസ്.